ഹലോ അസ്സലാമു അലൈക്കും. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇങ്ങനെ സാധനമൊക്കെ എടുത്ത് പോകുന്നതാണ്. നിങ്ങൾ വിചാരിക്കേണ്ടത് സിനു പ്രസവത്തിന് പോകണമെന്ന്. അപ്പോൾ പോകണത് ഇന്നല്ല, നാളെ മറ്റന്ന് 15-ാം തീയതിയാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് പ്രസവത്തിന് പോകുന്നത് 15-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഒരു പ്ലാൻ ഇതുവരെയും ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് ചെയ്യണില്ലാച്ചിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ജസ്റ്റ് ഓർമ്മക്കായിട്ടില്ലേ, ഇല്ല കേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മളെ ഒരു ഇതെന്താ വെച്ചാൽ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഞങ്ങൾ രണ്ടാളും പാടെ പോയിട്ട് അത് നമ്മൾ എടുക്കാൻ പോകുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ള. അപ്പോൾ ഇന്ന് മൊത്തം ഒരു മം ട്യൂബ് എടുക്കുന്ന ഒരു വീഡിയോ ആണ് അല്ലേ. അപ്പോൾ കുറേ കമൻസ് ഉണ്ടായിരുന്നു, ന്യൂഫിൽക്ക് മം ട്യൂബ് എടുക്കുന്നില്ല, ന്യൂഫിൽക്ക് ഇതുവരെ പ്ലാനൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഏതായാലും ഇവിടെ പോവല്ലേ, ഇനി പോണതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വൈകുന്നേരത്ത് ഒരു 10 മിനിറ്റത്തെ പരിപാടികൾ. അവൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഫോട്ടോ മം ട്യൂബി എന്ന് പറയല്ല, ഒരു ഫോട്ടോഷൂട്ട്. ഓക്കെ, ഹൃദയലല്ല കോസ്റ്റ്യൂം വൈറ്റ് ആൻഡ് വൈറ്റിലോ ചെയ്യണല്ലേ, 2 മാലാകന്മാർ അല്ലേ. നമുക്കെന്തും പറയാലോ, ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാന്ന് പറയുന്നത്. ഞങ്ങൾ വെയിലറിയിട്ട് ഇറങ്ങണ വെച്ചിട്ട് വന്നിട്ടോ, പക്ഷെ വൈകുന്നേരത്ത് മഴ പെയ്യലുണ്ട്. ഇന്നെന്തോ മഴയൊന്നുമില്ല അല്ലേ. വൈറ്റ് തീമാവുകൊണ്ട് എൻ്റെ അടുത്ത് വൈറ്റ് നല്ലൊരു കുപ്പായമില്ല. അപ്പോൾ കൈസ് ഒരു വൈറ്റ് കുപ്പായം എടുത്ത് ഇപ്പോൾ ഒരു പുതിയാപ്പള ലുക്കൊക്കെ അയക്കണേ, ആ ഒരു തറ ലുക്കൊന്നായിട്ട് മാറിയില്ലേ. അപ്പോൾ നമ്മളങ്ങനെ ഒരുപാടൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മളെന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ മം ട്യൂബി എന്ന് പറഞ്ഞപ്പോൾ നടക്കുന്ന ഒരുപാട് ഇത് നമ്മൾ മം ട്യൂബി എന്ന് പറയാൻ പറ്റൂല. ഇത് ഞങ്ങൾ ജസ്റ്റ് ഒരു ഓർമ്മക്കുള്ള ഒരു ഫോട്ടോഷൂട്ട് മാത്രമാണ്. മം ട്യൂബായിട്ട് നമ്മൾ കഴിക്കുന്നില്ല. മം ട്യൂബി എന്ന് പറഞ്ഞാൽ ഒരു ഇതേമാതിരി ഒരു ബാഡ്ജിൽ മം ട്യൂബി എന്ന് എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഇതേമാതിരി ഒരു ബാഡ്ജിൽ മം ട്യൂബി എന്ന് എഴുതിയിട്ടുണ്ടാവും. അതേമാതിരി കുറേ കേക്ക് വെച്ചിട്ടുണ്ടാവും. പിന്നെ കുറേ ബോയ് ഗേള് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവമുണ്ട്. നമ്മൾ അതൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും മാത്രമാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ, കാറിലിരുന്നിട്ട് മേക്കപ്പ് ചെയ്താണ് ഞാൻ വേഗം വിളിച്ചോടുന്നത്. കാരണം ഒരു ഇർട്ട് ഇങ്ങനെ മൂടിയിരിക്കണം, മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ ഇൻഷാ അല്ലാഹ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വല്ലപ്പുഴ ചൂരക്കോട് എത്തിയിട്ടില്ല, സന ഓഡിറ്റോറിയത്തിലാട്ടോ. ഇതൊരു സത്യം പറഞ്ഞ ഒരു ലക്ഷറി ഓഡിറ്റോറിയമാണ്. നമുക്ക് എന്തായാലും നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതാ ഇവിടുത്തെ ഷൂട്ടാണ്. കാരണം വെച്ചാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. കാരണം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ആംബിയൻസ്. നമ്മൾ ഉള്ളിലോട്ടൊന്നും കയറുന്നില്ല, നമ്മളെന്തായാലും ഇതിന് പുറം മാത്രം ഇങ്ങനെ യൂസ് ചെയ്യാനുണ്ട്. ഈ ഈന്തപ്പനയുടെ ഒരു ലുക്കൊക്കെ കിട്ടിങ്ങനെ. അപ്പോൾ ഉള്ളത് ഒരു വൃത്തിക്കായിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷൂസ് കാണില്ലേ, ഷാനുവിൻ്റെ കണ്ണാടിയാ. അങ്ങനെ നമ്മുടെ മം ട്യൂബി ഒരുങ്ങാണ് അല്ലേ. അങ്ങനെ എന്താക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പാൻറ്റൊക്കെ ഇട്ട് പിന്നെ അതാ അവിടെ നിൽക്കുന്ന ഒരു വൈറ്റ് മറ്റേ കിളിച്ചുണ്ട മാമ്പഴത്തിൽ ആ ചങ്ങയുടെ പേരെന്തടാ, ആ പ്രേതം പോകൂലേ കിളിച്ചുണ്ട മാമ്പഴത്തിൽ, അതേമാതിരി. അപ്പം നമ്മൾ അഫ്സൽ ഉണ്ട്, പിന്നെ നമ്മുടെ ഷിയാബുക്ക നമ്മൾ പണ്ട് നമ്മൾ ഇൻ്റർവ്യൂ അല്ല ഇതിൽ ഇനാഗുറേഷൻ വീഡിയോയിൽ പരിചയപ്പെട്ടായിരുന്നു. ഇവനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കൂടെ കുറച്ച് ദിവസമായിട്ട് എല്ലാ പരിപാടിക്കും എൻ്റെ കല്യാണത്തിനും നമ്മളെ കട്ട ചങ്കാണ് അല്ലേ. അപ്പോൾ സിനു അവിടെ സിനു ഫുള്ള് വൈറ്റിലാണ്. കൊടവാണ് ലൈറ്റ് ഇട്ടോ, മുഖത്തേക്ക് നല്ല ലൈറ്റിനെ കാഴ്ചയായിരുന്നു. വല്ലാതെ മുട്ടൂത്തി കരുതിട്ടോ, കാല് വേനക്കുണ്ട്. ആരടി നല്ല പൈസ എടുത്ത് ന്യൂഫിൻ്റെ കൊടുക്കാം. ഇതാ ഒന്ന് അവിടെ ഒന്ന് ഞാനും വെക്കാച്ച കറക്റ്റ് അവിടെ. ഓമനാമൂഹമ്മദീനി ഊത്തിനായ ചില്ല ഓമനിക്കാൻ വാപ്പ വേണം, വാപ്പ ജീവിപ്പില്ല. ആമിന ബീവിൻ്റെ കൽബിൽ നൊമ്പരം പേരൂത്ത്, ആറ്റലായ മോനെയോർത്ത് വേദന കൂരൂത്ത്.
ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും ഇരുട്ടായിട്ടുണ്ട്. ഏകദേശമൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു. നമുക്ക് നമ്മളെ ക്യാമറമാരൊക്കെ പരിചയപ്പെടാം. നമ്മളെ ഷിഹാബൊക്കെയാണ് ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ എൻ്റെ ചക്കരയുടെയൊക്കെ എന്തായാലും പറയടാ സേവ് ദ റേറ്റിൻ്റെ വീഡിയോ ആരാ ചെയ്തതെന്ന് കുറേ കമൻസ് ഉണ്ടായിരുന്നു. കാരണം നല്ല ഭംഗിയിൽ അത് ചെയ്തിട്ടുണ്ട്. എന്താ എൻ്റെ സ്റ്റുഡിയോൻ്റെ പേര്? യമിൻ ആർട്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ ചക്കര സേവ് ദ റേറ്റ് അതേമാതിരി ഞാനും സീനും നടക്കുന്ന റീലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തരുന്നത് നമ്മുടെ അഫ്സലാണ് അല്ലേ? പിന്നെ ഇൻസ്റ്റാ പേജ് എന്താണ്? അഫ്സൽ ഹുസൈനിൽ പോയി കഴിഞ്ഞാൽ ഓൻ ചെയ്യുന്ന വർക്ക് ഇപ്പോൾ ഏതൊരു അവാർഡൊക്കെ കിട്ടിക്കണല്ലോ. എന്തിനാ മികച്ച എന്തിനാ അവിടെ കിട്ടി? മികച്ച വീഡിയോഗ്രാഫർ ടീമിന്. അത് എന്തിന്റെയാണ്? അത് എന്തിന് കിട്ടിയാണ്? വെറുതെ എന്നാ കേരളത്തിലും ഗൈസ്. അപ്പൊ നമ്മളെ മംടൂബി കേരളത്തിലെ മികച്ച ആളാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. മികച്ച ആളാണ് വീഡിയോ ഷൂട്ട് ചെയ്യണത് അല്ലേ? അപ്പൊ എന്തായാലും ഒക്കെ മികച്ചതാവട്ടെ ഇൻഷാ അല്ലാഹ്. എന്തായാലും ഇത് നമ്മൾ അഫ്സലിനെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാം എന്താണ് അഫ്സലിൻ്റെ പേരെന്തുവാ? സിനാൻ. ഇത് അടുത്ത ഡ്രസ്സ് മാറിയിട്ടുണ്ട് അല്ലേ? ഇതൊരു പിങ്ക്, ഇതിനെന്താ പറയുക, പിങ്കോ? ഇതൊരു പിങ്ക് ആണ്. ഞാൻ വൈറ്റ് തന്നെയാണ്, ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല. ഓക്കെ, ഇതിൽ ഓൾക്ക് 2 ഫോട്ടോ മാത്രമേ എടുക്കണുള്ളൂ. പ്രൊമോഷൻ കിട്ടിയതാണ്, അതിൽ ചെയ്യാണെന്ന് പറയുന്നത്. ഇത് ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇതാ വൃത്തായിക്കാൻ ലൈറ്റൊക്കെ വെച്ചിരിക്കണം കേട്ടോ. എവിടെ വെക്കണ്ട് അഫ്സലെ? നമ്മളിവിടെ തെങ്ങ് നോക്കി കാണി. തെങ്ങല്ല, ഇതിനെന്താ പറയുക, പനേ? ഇത് ഈന്തപ്പനയാണേ. ഓക്കെ, ഈന്തപ്പൻ്റെ കുറച്ചും കൂടി രാമന്തോള്, തിരുവാപ്പുറ രാമന്തോള്, പൂക്കാട്രി. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് വരുന്നത്, സന കൺവെൻഷൻ സെൻ്ററാണ് വരുന്നത്. ഓക്കെ, എന്തായാലും ബൈ ബൈ. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിലോട്ട് തിരിച്ചിറക്കുകയാണ്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ അടിപൊളിയൊന്നും ആർഭാടൊന്നും ഇല്ല. അതൊരു മംടുബിന്നൊന്നും ഇതിന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഒരു ഓർമ്മ പുതുക്കലാണ്. പിന്നെ അധികം ദൂരമൊന്നും നമ്മൾ വന്നിട്ടില്ല, കുറച്ച് ദൂരമുള്ളൂ വല്ലപ്പോഴ വന്നിട്ടുള്ളത്. നമ്മളെന്തായാലും ഓഡിറ്റോറിയത്തിൻ്റെ ആൾക്കാരൊക്കെ നമ്മളെ സഹകരിച്ചു. പിന്നെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യണമായിരുന്നു. പിന്നെ കുറേ ലോങ് ഓടണ്ടല്ലോ, ഇതന്നെ ചെയ്യണമെന്ന് വിചാരിച്ചല്ല, പിന്നെ കുറച്ച് ഫോട്ടോ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഇന്നൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ പോയിട്ട് ഫോട്ടോ എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം 2 ദിവസം കഴിഞ്ഞ് നാളെ മറ്റന്ന് ഇവിടെ പോവുകയാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോ എടുത്ത് വെച്ചതാണ് അല്ലേ? അപ്പോൾ ഇതിൽ കുറേ ബാഡൊക്കെ വരുന്നുള്ളത് എനിക്കറിയാം, എന്തിനാണ് അങ്ങനെ എങ്ങനെയാണ്. കാരണം നമ്മൾ മാത്രം ഒരുപാട് പേര് ഇതിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, ആരും കുറ്റം പറയുന്നില്ല. ഓരോരുത്തരും ഇഷ്ടമാണ്. എന്തായാലും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തിട്ടുണ്ട്. അതും ആർഭാടങ്ങളൊന്നും ഇല്ലാതെ കേക്ക് മുറിക്കുക മറ്റേത് ചെയ്യുക ഒന്നും മറിച്ചതൊന്നും ചെയ്യാതെ നമ്മൾ വൃത്തിക്ക് ചെയ്ത് പോന്നിട്ടുണ്ട്. നമ്മളെ ക്യാമറ ചെയ്തത് നമ്മുടെ ഷിയാബുക്ക, പിന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ അഫ്സൽ, പിന്നെ സുഹൃത്ത് വന്നിരുന്നു. എന്തായാലും ഇൻഷാ അല്ലാഹ് ഔട്ട് ഇറങ്ങുമ്പോൾ ഞാൻ വിട്ടുതരേണ്ട ഈ വീഡിയോ എന്തായാലും ഇവിടെ ഞാൻ വെച്ച് വൈൻഡപ്പ് ആക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മംടുബി വീഡിയോ. അപ്പോൾ എന്തായാലും സുഖപ്രസവം ആവാനും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ആള് പുറത്തോട്ട് വരാനും നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അത്ര മാത്രമേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.